ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ ഇന്ന് ഔസേപിതാവിൻ്റെ ദിവസം ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാവർട്ടിപ്പള്ളിയിലെ ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. ഈ ആഴ്ചയും പോകാനുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെ രാവിലെ എണീറ്റ് പതിയുംപടി കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി തൃശ്ശൂർ ഭാഷ വരികയാണ് കേട്ടോ, കിടാങ്ങൾ എന്നൊക്കെ. അപ്പോൾ വണ്ടിക്കൊരു ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ലാസ്റ്റ് ഡേ ആണ്, ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആണ് അവരുടെ കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി കുട്ടപ്പന്മാരായിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് അവർക്ക് ടീ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം ക്ലാസ്സില്ല. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് സമ്മർ വെക്കേഷനാണ്, ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ്. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ട. അപ്പോൾ കുട്ടികളെ വിടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പറ്റിയെങ്കിൽ ചാക്കോച്ചനെയും കൂടി വിടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവനും കൂടിയും വിടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്നും അറിയില്ല, തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 ആളും കൂടി ഈ വർഷത്തെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്നലെ ഡിംപിൾ വാങ്ങി വെച്ച ഗിഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ പാച്ചുവിൻ്റെ. അപ്പോൾ പാച്ചു ശരിക്കും പറഞ്ഞാൽ 1 വർഷമാണ് അവിടെ ഫസ്റ്റ് സ്കൂളിൽ പോയി തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷം ഹീലിയസിൽ നിന്ന് ഒരു 2 മാസം കഴിഞ്ഞ് ആദ്യം നമ്മളുടെ നടത്തറ സ്കൂളിൽ ഒരു 2-3 ദിവസം നവംബർ 14-നൊക്കെ ആ ദിവസങ്ങളിലായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ അവന് തെറാപ്പിയുടെ ആവശ്യം വന്നപ്പോൾ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് സ്കൂളിലാണ് ചേർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഡേ ആണത്, അവരുടെ പാർട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ്, എല്ലാവരും ഓരോ ഐറ്റംസ് കൊണ്ടുവരും. എന്നിട്ട് അതെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ട് അവർ ഷെയർ ചെയ്ത് കഴിക്കുക. അതാണ് അവരുടെ പാർട്ടി ലാസ്റ്റ് ഡേ. ഇന്നത്തെ ദിവസം അങ്ങനെ. ഇതിപ്പോൾ കണ്ടത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പാച്ചുവിൻ്റെ ആട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഞാൻ തോമുൻ്റെ എന്താ ഇടാത്തതെന്ന് വെച്ചാൽ തോമുൻ്റെ ഓൾറെഡി ഡിവൈൻ ഇടുന്നത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു പാച്ചുവിൻ്റെ ബാർബിയുടെ മറ്റേ പാട്ട് എന്തേ ഇടാഞ്ഞ്, ഡാൻസ് എന്തേ ഇടാഞ്ഞ് എന്നുള്ളത്. അപ്പോൾ തോമുൻ്റെ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പാച്ചുവിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാർബികൾ ശരിക്കും കോപ്പിറൈറ്റ് കിട്ടും, അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അത് പേടിച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് ഇടാഞ്ഞത്. ഓൾറെഡി ഇനി ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്നോട് പേഴ്സണലി ചോദിച്ചവർക്കൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തോമുവിൻ്റെ പിന്നെ ഓൾറെഡി യൂട്യൂബിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിരുന്നു. ചാക്കോച്ചൻ പതിയുംപടി കുഷ്യനൊക്കെ താഴെയിട്ട് അത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവന് ഒരു സന്തോഷമാണത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അകത്തല്ലേ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ നേരം പോകാണ്ട് കിടന്ന് ഓടിയിട്ട് നടക്കുമ്പോൾ നമുക്ക് കുട്ടികളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ രാവിലത്തെ ഇടിയപ്പവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇവരൊക്കെ പോയതിന് ശേഷം ഞാൻ പറഞ്ഞേ സമാധാനത്തിലാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഞാനുണ്ടാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും നൂലപ്പമൊക്കെ കിട്ടിയ പാലൊഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡിവൈൻ എനിക്കും ഡോണിനുള്ള പാൽ അങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ 3 നൂലപ്പം എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് പാലൊഴിച്ച് നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ വീട്ടിലല്ലാണ്ട് നമ്മൾ എവിടെയാണ് നമ്മളുടെ ഇഷ്ടത്തിന് കഴിക്കുക. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് അത് കഴിച്ച് അത് കഴിഞ്ഞ് മുട്ടക്കറി കൂട്ടിയിട്ട് വയറ് നിറച്ച് കഴിച്ചു. എനിക്കിഷ്ടമാണ് നൂലപ്പം. ഇപ്പോൾ നമ്മുടെ തോമുവിൻ്റെ ഫേവറേറ്റാണ് നൂലപ്പം കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ഇതൊന്നും കൊടുത്തയക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാക്സ് പറയാൻ മറന്നുപോയി, നമ്മളത് കൊടുത്തയക്കുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് അവിടെ പാർട്ടി കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള. കുട്ടികൾ രാവിലെ ഡിവൈൻ നൂലപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചതാട്ടോ. അപ്പോൾ അത് വന്നപ്പോൾ നേരെ ഫ്രിഡ്ജിൽ വെച്ചു, എനിക്ക് ഏതെങ്കിലും ഒരു നേരം കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഇന്നലെ കാണിച്ചു തോന്നുന്നുണ്ട് അല്ലേ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി കാണിക്കണം. ഇന്നലെ ഇതിൻ്റെ ആർപിടിയെ കാണിച്ചതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്ന. ഇത് 4 കളറുണ്ട് കേട്ടോ. പച്ചയുണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, മെറൂണുണ്ട്, ബ്ലൂ ഉണ്ട് കേട്ടോ. ഇത് റൈസ് പേൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തത് ഞാൻ 2ാമത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ കണ്ടമാനം ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ട്. അത്ര കൂടുതൽ ഒന്നുമില്ല, ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത്. പക്ഷേ എന്താ പറയുക, മാക്സിമം എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ഞാൻ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നേരെ സ്റ്റാറ്റസ് ഇടുക ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സിലുള്ളവരാണല്ലോ. അപ്പോൾ കോൺടാക്ട്സിലുള്ളവർക്ക് ആദ്യം കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ രാത്രിയിൽ ഇടുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എളുപ്പമുണ്ടല്ലോ കാര്യങ്ങൾ. നമ്മൾ അറിയുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ വളയാണ് ഈ ആഴ്ചയിലത്തെ ഏറ്റവും കൂടുതൽ പോയത്, കമ്പി വള കേട്ടോ. എൻ്റെ കൈമ കിടക്കുന്ന വളയില്ലേ അത്. ഇത് നമ്മുടെ നാഗപടം വള വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ കളക്ഷൻസിനോടനുബന്ധിച്ച് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളിതേ
നിൽക്കുമ്പോഴാണ് അപ്പാപ്പൻ പുറത്ത് പോയി വന്നപ്പോൾ മറ്റേ കൊള്ളി വറുത്തതും പഴം വറുത്തതും മിക്സറും ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ദേ നമ്മുടെ ഡിവൈൻ വരണം നോക്കി പുതിയ മാല കൊണ്ടുവന്നത്. അപ്പോൾ ഡിവൈൻ ആഷിയുടെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കൊള്ളായിരുന്നു, എനിക്കിഷ്ടമായി. ഒരു വെറൈറ്റിയാണ്, ഗോൾഡും അല്ല സിൽവറും അല്ല, വേറെ ഏതോ ഒരു സംഭവമാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നോക്കി എടുക്കുക. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പിടുത്തമില്ല. ഒക്കെ കാണും നോക്കും എന്നല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഓരോ പാത്രങ്ങളിൽ പൊട്ടിച്ചിട്ടു. പക്ഷേ നമ്മളുടെ മറ്റേ വണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കൊള്ളി വറുത്തതിൻ്റെ ടേസ്റ്റൊന്നും ഇതിനില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് അത് അപ്പം തന്നെ ചീകി ഉണ്ടാക്കുന്ന കാരണം ലേസിൻ്റെ പോലെ വളരെ തിന്നായിട്ടുള്ളത്. പക്ഷേ ആ ടേസ്റ്റൊന്നും ഇതിലില്ല. എന്നാലും പിന്നെ എന്താ പറയുക, ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ടൊരു സംഭവം അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, ഇത് നമ്മുടെ ഇന്നലെ പേരാമംഗലത്തു നിന്ന് കൊണ്ടുവന്ന പപ്പക്കായ കേട്ടോ. നമ്മൾ ഈ കുറേ നാളായിട്ട് ഈ വാങ്ങിക്കുന്ന പപ്പക്കായ തിന്നിട്ട് ഇത് തിന്നുമ്പോൾ വേറെ ഏതോ ഒരു ടേസ്റ്റാണ്. സംഭവം പറയണ കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണെന്ന്, പക്ഷേ ഞാൻ തിന്നപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായത്. അങ്ങനെ എൻ്റെ കുഞ്ഞി മോഡൽ ഇതേ വന്നിരുന്നു. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവന്നാൽ മൂപ്പർക്ക് ഇതെല്ലാം ഇട്ട് നോക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയും, ഒരാൾ ഓട്ടോ ഹബ്ബും ഒരാൾ ഡ്രീം കളക്ഷൻസും നോക്കാനുള്ള ആൾക്കാരാണെന്ന് പറയും ഞാൻ രണ്ടുപേരോട് കേട്ടോ. ഇവന് വണ്ടികളേക്കാൾ കൂടുതൽ ഇഷ്ടം ഓർണമെൻറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മാലയുണ്ട്, എൻ്റെ തലിമാല ഞാൻ എപ്പോഴും ഊരി വയ്ക്കും, ഗോൾഡൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് ഊരി വയ്ക്കുമ്പോൾ കുട്ടി എപ്പോഴും അത് എടുത്തിട്ട് നടക്കും. ഞാൻ ഗോൾഡല്ല എന്ന് തിരിച്ച് പറയാൻ കാരണം, കുട്ടി അതിട്ട് നടക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വർണ്ണമാണോ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയെന്ന്. അതല്ല, ഞാനിടുന്ന എനിക്ക് ഈ ഉഷ്ണമായതുകൊണ്ട് ഞാനതങ്ങനെ മാറ്റി വെക്കുകയുള്ളൂ കഴുത്തിലിടാനായിട്ട്. അതൊക്കെ നിങ്ങളെല്ലാ അമ്മമാരങ്ങനെ തന്നെ. അങ്ങനെ അതെ മീഷോന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വന്നതാട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമ്മർ ക്യാമ്പാണ്, തിങ്കളാഴ്ച തൊട്ട് അതിൻ്റെ പോക്കാണ്. അപ്പോൾ രണ്ടുപേരും മീഷോ എന്നാണ് കോഡ് സെറ്റുകളാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ലിങ്കും കാര്യങ്ങളൊന്നും വേണ്ട. മീഷോയിൽ കുട്ടികളുടെ കോഡ് സെറ്റ് അല്ലെങ്കിൽ മറ്റേ ഇത് നൈറ്റ് സൂട്ട് എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അത്ര വന്നേക്കണേ. 3 300 രൂപ എന്നങ്ങോട്ട് പറഞ്ഞ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനം, വലിയ മോശമെന്നൊന്നും പറയാനില്ല. പിന്നെ കുട്ടികൾക്ക് സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവിടെ പോയി കളിയും ആക്ടിവിറ്റീസൊക്കെയാണ്. അതിന് ഇതുപോലത്തെയുള്ള ഡ്രസ്സുകൾ മതി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടിലിടാമല്ലോ, കുറച്ച് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലിടാമല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു സെറ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ ഡിവൈൻക്ക് പറയായിരുന്നു, ഒരു ഒറ്റ പാറ്റേൺ 3 കളറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ധാരാളം മതി, വെറുതെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ, അതായത് പ്ലേ സ്കൂളിൽ പോകുന്ന പോലെ കളിക്കാനായിട്ട് പോകുന്ന അതേപോലെ 3 4 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല ഭംഗിയുള്ള കളേഴ്സായിരുന്നു കേട്ടോ 3. അപ്പോൾ ഡാഡി ഇതേ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അതിന് എൻ്റെ പണി മുഴുവൻ അതാട്ടോ. അപ്പോൾ ചേട്ടൻ എൻ്റെ ഞാൻ പറയാറില്ല, ഇവരാണ് ഭയങ്കര സെറ്റുകാരെന്ന്. അപ്പോൾ വാച്ചു വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന് കൊടുത്ത കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് രണ്ടാളും കൂടി താഴ്ത്തിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റിമെൻറ്റിക്ക് പോയപ്പോൾ അപ്പോൾ ഡിവൈനിൻ്റെ നിന്ന് വഴക്കേട്ടപ്പോൾ വന്ന് താഴെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ ഒന്നും കളയാണ്ട് ഭയങ്കര ക്ലീനായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേരും കൂടി അവിടെ നിന്ന് കഴിച്ച് തോമ എനിക്ക് തോന്നുന്നു മുകളിലേക്ക് ഓടിപ്പോയി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിവൈനും ഡിമ്പിളും വേഗം ഭക്ഷണം കഴിച്ച് ഡിവൈനിൻ്റെ കയറാണ്. ഡിവൈന് ചെറുതായിട്ട് പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ കമ്പിവളയാണ്, എല്ലാ സൈസിലുണ്ട്. എല്ലാ സൈസെന്ന് പറയുമ്പോൾ 2, 2, 4, 6, 8, 10 ഇല്ല കേട്ടോ. ഞാൻ പറയാറില്ലേ 2, 2, 2, 10 വളരെ അപൂർവം ഡിസൈനുകൾ ഉണ്ടാവാറുള്ളൂ. ഇതിൽ 2, 2 ഉണ്ട്, പക്ഷേ 2, 10 ഇല്ല. നല്ല നേരിയ വളയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ. ഒരു 3/4 പവനൊക്കെ തോന്നുന്ന കനമുണ്ട്. അപ്പോൾ ഡാഡി കുറച്ച് പച്ചക്കറിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പഴവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഊണൊക്കെ കഴിഞ്ഞ് അവർ 2 പേരും, പാച്ചുവിനും ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല, പാച്ചുവിനും ചെറുതായിട്ട് പനിക്കുന്നുണ്ട്, ഡിവൈനും ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഗൗരവമുള്ളതൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു ചൂടുണ്ട് എന്ന് മാത്രം. അപ്പോൾ പാച്ചുവിന് കഞ്ഞി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ തുണികൾ വാഷ് ചെയ്തിട്ടിട്ട് ആവാം ഭക്ഷണം കഴിക്കില്ലെന്ന് വിചാരിച്ചു. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉണങ്ങിക്കോളുമല്ലോ, വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തുണി അലക്കാനായിട്ട് ഇട്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഞാൻ പപ്പക്കായും ഇതൊക്കെ എന്താ പറയുക, എണ്ണം കുറയും തോറും ചെറിയ പാത്രങ്ങളിലേക്കല്ലേ മാറ്റുക. ഇതാണ് കേട്ടോ എൻ്റെ കുട്ടി സ്പീക്കർ ചാർജ് ചെയ്യണത്. ഇവിടെയാണ് ഇങ്ങനെയുള്ള കേബിളാണ് കേട്ടോ ചാർജ് ചെയ്യാനായിട്ട്. ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ചൂലും കൂരിയൊക്കെ ഇങ്ങനെയാണ്, ചുമരുമ്മയാണ് ആ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് നൂലപ്പം ഡിവൈൻ മോൻ്റെ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തൊരു പാത്രത്തിലാക്കി രണ്ടാളുടെയും ചോറും പാത്രം രണ്ടുപേരുടെയും അങ്ങനെ കൊണ്ടുവന്നേക്കുക. കാരണം അവർക്ക് ടീ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഞാനത് രണ്ടുപേരുടെയും നൂലപ്പം കൂടി ഒരു പാത്രത്തിലാക്കി പാത്രം കഴുകി അവിടെ വെച്ചു. ഉച്ചയിലത്തെ ഊണ് കഴിഞ്ഞ് ആ സംഭവങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴാണ് പച്ചക്കറി ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തക്കാളി, നല്ല തക്കാളി കേട്ടോ, നല്ല തക്കാളി, പച്ചമുളക്, പിന്നെ റോബസ്റ്റ് പഴം തന്നെ തിന്നെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ കുട്ടികൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ആദ്യമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പാച്ചു ആയാലും തിന്നും, ചാക്കോച്ചനും റോമൊക്കെ തിന്നും. ഇന്നെന്തോ ആർക്കും വലിയ നോട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് നമ്മളുടെ ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ. ഈ മുന്തിരി ജ്യൂസിനും യൂസ് ചെയ്യാം, വൈൻ ഇടാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാളത്തോട് ആ കടയിൽ പോയിട്ട് പറഞ്ഞാൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കായാലും ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് വൈനുള്ളത് അല്ലെങ്കിൽ ജ്യൂസിനുള്ളതെന്ന് പറഞ്ഞാൽ അവർ കൊലയുമെന്ന് ഉരിഞ്ഞ മുന്തിരിയുണ്ട്, നല്ല മുന്തിരി ഉണ്ട്. അത് നന്നായി നമ്മൾ കഴുകിയതിന് ശേഷം ഇട്ടാൽ മതി. അപ്പോൾ ജ്യൂസിനായാലും വൈനായാലും ഇങ്ങനത്തെ മുന്തിരിയാണ് സാധാരണ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ പണിയും എളുപ്പമാണ്, സാധനം നല്ല സാധനമായിരിക്കുന്നു. പിന്നെ നമ്മൾ നോക്കിയിട്ടല്ലേ വാങ്ങിക്കുക, ഓടിപ്പോയിട്ട് കണ്ണടച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വാങ്ങിക്കാണ്ടിരിക്കാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ പിന്നെ സ്ഥിരം വാങ്ങിക്കുന്ന കടയായതുകൊണ്ട് നല്ലതാണെങ്കിൽ കൊണ്ടുപോകുമെന്ന് പറയാം, അല്ലെങ്കിൽ വേണ്ട ചേച്ചി ഇപ്പം കൊണ്ടുപോകണ്ട എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എടുത്തു തരും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അത് അവിടെ തിളയ്ക്കണ നേരം കൊണ്ട് ഇതവിടെ നമ്മളുടെ തുണി ഉണങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് തോരയിട്ടിട്ടാവാം അടുത്ത പരിപാടി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് ഇങ്ങനെ എന്താ പറയുക പാത്രങ്ങളിലാക്കിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ അവിടേക്ക് ഒന്ന് ഒതുക്കണം. കാരണം അത് അതിൻ്റെ ഉള്ളിൽ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് ഒതുക്കിയിട്ടാവാം തുണി തോരയിടലെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി തക്കാളിയും കാര്യങ്ങളൊക്കെ കിച്ചണിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഫ്രീസറൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ അതിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ കുട്ടികൾക്കുള്ള ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കൊടുക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾ 3-4 ദിവസമായിട്ട് ഈ 4 ഇതിൻ്റെ ഉള്ളിലിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ് ഇതിങ്ങനെ അവർക്ക് കൊടുക്കുക കേട്ടോ. അത് ചാക്കോച്ചനില്ല, 2 പേർക്ക് മാത്രം. അങ്ങനെ ഞാൻ ഓരോ ഭാഗങ്ങൾ ഒതുക്കി ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സമയത്ത് ഒതുക്കുമ്പോൾ വല്ല പഴയ കറികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതും പിന്നെ ചോറ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന കുട്ടി പാത്രങ്ങളാക്കി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ കൂടെ ഒന്നിച്ച് അവർക്കുള്ളത് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ സമയത്താണ് ഞാനത് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി അവർക്ക് കൊടുക്കാം. അങ്ങനെ തുണികൾ തോരയിടാൻ പോണതിന് മുമ്പ് ഞാൻ വിചാരിച്ചു സമയം ഏകദേശം 5 മണിയൊക്കെ ആവാറായി. ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാവും, എല്ലാവരും ഉറക്കമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു കുടിച്ചിട്ടാവാഞ്ചിട്ട് ഒരു പീസ് ബ്രെഡിൽ ബട്ടറൊക്കെ തേച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച്. അപ്പം ഞാൻ നിറച്ച് ചായ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുടിച്ചിട്ട് ഞാൻ ബാക്കി അത് അവിടെ വെച്ചു. അപ്പോൾ തിരിച്ച് വന്നിട്ട് എനിക്ക് നല്ല ചൂട്ടോടെ ചായ കുടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ട് ഞാൻ തുണികൾ തോരയിടാൻ വന്നു. അപ്പോൾ തുണികൾ തോരയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു 6 മണിയായാൽ വിളിച്ചാൽ വരില്ല ഭക്ഷണം കഴിക്കുക. ഇന്ന് എനിക്ക് തോന്നുന്നത് എന്തോ ഇവർക്ക് നേരത്തെ വിശന്നെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ പിന്നീന്ന് പോകണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവരുടെ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞിട്ടാവാം ഇനി ബാക്കി പണികളെന്ന്. അല്ലെങ്കിൽ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയത്ത് അവർക്ക് പാല് കൊടുത്തിട്ട് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30 ആകുമ്പോഴാണ് ഫുഡ് കൊടുക്കാനായിട്ട് വരാറ്. പക്ഷേ ഇന്ന് അവർക്ക് 3 പേർക്കും ഒരുപോലെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇപ്പം കിട്ടണം ഭക്ഷണം എന്നുള്ള മട്ടിലായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് ചോദിക്കാൻ അറിയില്ലല്ലോ, അവർക്ക് ഇങ്ങനെയല്ലേ തട്ടി നമ്മളോട് പറയാൻ അറിയുള്ളൂ, എന്നാൽ പിന്നെ കൊടുത്തിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ ചായ ചൂടാറി കുടിക്കാവുന്ന ഒരു പരുവായി. അവർക്കുള്ള ഫുഡ് ഞാൻ വെച്ചു. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, ചോറ്, പിന്നെ നമ്മുടെ പൂരി മസാലയിൽ ഒരു തുണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി കുഴച്ചിട്ടാണ് ഇവരുടെ ഭക്ഷണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 ഉരുള അത്രയേ ഉള്ളൂ ഈ സമയത്ത്. അതായത് പാല് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഈ ചോറ് ഞാൻ വാരി കൊടുക്കും. അപ്പോൾ പാല് ചിലപ്പോൾ കുറച്ച് കുടിച്ച് അവിടെ വെക്കും, പിന്നെ രാത്രിയിൽ ഇറച്ചി കൊടുക്കും. അങ്ങനെയാണ് അവരുടെ പരിപാടി കേട്ടോ. അങ്ങനെ ഞാൻ തുണികളൊക്കെ മടക്കി വന്നപ്പോഴാണ് നമ്മുടെ പാച്ചൂട്ടൻ്റെ ഈ വർഷത്തെ ടീ പാർട്ടി മിയക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വർഷത്തെ ഇന്നത്തെ പരിപാടിയുടെ വീഡിയോ അയച്ചത് ഡിംപിൾ എനിക്ക് ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളാന്ന് വെച്ചാൽ ബാർബികൾ കണ്ടിട്ടുമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാച്ചൂട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ കേട്ടോ. അപ്പോൾ അവർക്ക് ഗിഫ്റ്റും ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പാർട്ടി പറഞ്ഞില്ലേ അതുണ്ടായിരുന്നു. അപ്പോൾ ഏതോ കുട്ടികൾ സ്പെഷ്യലായിട്ട് കൊടുത്താണ് കേട്ടോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. ഇത് അവരുടെ ചേച്ചിയാണ്, ചേച്ചിയുടെ കൂടെയുള്ള ഫോട്ടോസാണ്. അപ്പോൾ
നമ്മുടെ എന്താ പറയുക, ഇത് മാമാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ കുട്ടിയെ ഈ മോളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ആനുവൽ ഡേ ഈ സെലിബ്രേഷന് കണ്ടു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് റീമോൾ മാമിനെയും മേരി മാമിനെയും ഞാൻ അധിക ഭാഗം കാണാം. റീമോൾ മാമിന് പിന്നെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കാണും. അങ്ങനെ ഇതാണ് കുട്ടികളുടെ എന്താ പറയുക മാം. ഇതൊക്കെയാണ് പാച്ചുകുട്ടൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെ സോങ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവർ അയക്കുക. നല്ലതാണ്, കാരണം അവരുടെ ഓരോ ആക്ടിവിറ്റീസും എല്ലാ ദിവസവും അയക്കുക. അപ്പോൾ ഡിംപിളുടെ സ്റ്റാറ്റസ് കാണുന്നവർക്കറിയാം, എല്ലാ ദിവസവും കുട്ടികളുടെ ആക്ടിവിറ്റീസ് വീഡിയോസ് അയക്കും, എഡിറ്റ് ചെയ്ത് നല്ല സോങ്ങും മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അയക്കും. അപ്പോൾ നമുക്കും അതെ എല്ലാ ദിവസവും അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഡിംപിൾ എന്തായാലും സ്റ്റാറ്റസ് ഇടും. അപ്പോൾ പിന്നെ പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മാത്രം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇന്ന് എനിക്കിത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നിയിട്ട്. ഇനിയിപ്പോൾ സമ്മർ ക്യാമ്പാണ്, അപ്പോൾ അതിൻ്റെയും ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും. നല്ല രസമാണ് കുട്ടികൾക്ക് കേട്ടോ. അങ്ങനെ ദേ സന്ധ്യയായി, നമ്മുടെ പിള്ളേർസിൻ്റെ ഗ്യാങ്ങൊക്കെ താഴേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയാലോ, നല്ല വൈബാണ് ഈ സമയം. അങ്ങനെ ഡോൺ ഇത്തിരി നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടമാനം ഫോട്ടോസ് എടുക്കാനും സ്റ്റോക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും കുറേ പാദസരങ്ങൾ, പിന്നെ നമ്മുടെ RBD വൈറ്റ് ഗോൾഡിൻ്റെ കുറേ സെക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ വൈറ്റ് AD സ്റ്റോൺ മറ്റേ ഡയമണ്ടിൻ്റെ അതേ ഫിനിഷിങ്ങിലുള്ള നെക്ലസ്സുകളാണ്. ഈ ആദ്യ കുർബാന സ്വീകരണം, പിന്നെ കല്യാണങ്ങൾക്ക് ഗൗണിൻ്റെ കൂടെ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നോട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്, അപ്പം നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ മെസ്സേജ് ചെയ്താൽ മതി. കാരണം എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഓർത്തിരിക്കാൻ പറ്റില്ല. കണ്ടമാനം പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഓർമ്മ എനിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് കാണുമ്പോൾ ആൻറ്റി ഇത് ഇന്ന സാധനമാണ് ഞാൻ ചോദിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനത്തെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോസ് സെപ്പറേറ്റ് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം. അല്ല നിങ്ങൾക്ക് ഇതിൽ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 2 വട്ടം കയറി വന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഇതെടുത്ത ഫോട്ടോസ്. അതോ ഇനി ഞാൻ 2 പ്രാവശ്യം എടുത്തതെന്നാവോ ഒന്നും അറിയില്ല. അങ്ങനെ ഇന്നത്തെ എന്താ പറയുക ഫോട്ടോ എടുക്കലൊക്കെ അവിടെ വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് കടന്നു. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡിവൈന് ചെറുതായിട്ട് പനിക്കുണ്ട്. പനിയല്ല, മൊത്തത്തിലൊരു സുഖമില്ല. അപ്പോൾ പാച്ചുവിന് ഇപ്പോൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ചെറുതായിട്ട് പനിയുണ്ട്. അപ്പോൾ മരുന്ന് എന്തോ ഭാഗ്യത്തിന് കഴിച്ചു. അപ്പോൾ ഫോൺ ചെയ്ത് മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര് വേഗം കഴിച്ചു. അതുപോലെ മീയക്കുട്ടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീയും പാച്ചു ഗുളിക കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പാച്ചു അത് എവിടെ നിന്നിട്ട് കേൾക്കാൻ നല്ല രസം അവരുടെ സംസാരം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ നമ്മുടെ പട്ടികൾക്കുള്ള ഇറച്ചി കൊടുക്കാനായിട്ട്, അപ്പോൾ കിടക്കണ നേരത്തന്നെ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കാം. അപ്പോൾ അങ്ങനെ അവർക്ക് ഇറച്ചിയൊന്നും പ്രാധാന്യമില്ല. ഞാൻ ആ വാരി കൊടുക്കുന്ന 10 ഉരുളയുണ്ടല്ലോ, അതാണ് അവരുടെ മെയിൻ സംഭവം. അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം അവർക്ക് കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പരിയപ്പുറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിൽ കിടന്നപ്പോഴേക്കും ഒരുവിധം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കോഫി കുടിച്ചിട്ടാവാം. ഇന്നിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി അല്ല, ഞാൻ വിചാരിച്ചു ശരിക്കുള്ള കാപ്പി തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ ദിവസം ഓരോ പൂതിയാണ്. അപ്പോൾ അകത്തുള്ള കാരണം നമ്മളുടെ ഇഷ്ടത്തിന്. പിന്നെ എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഇപ്പോൾ ഈ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആരെന്ത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അതിന് ഒരാളുടെ അനുവാദമോ കാര്യങ്ങളൊന്നും വേണം. അപ്പോൾ ഞാൻ ഡിവൈൻ താഴേക്ക് ഇറങ്ങി വരികയാണ്, അല്ലെങ്കിൽ ഒച്ച കേൾക്കുകയാണെങ്കിൽ ചുക്കും കുരുമുളക് വേണോ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മളന്നാൾ എന്ത് ഫെസ്റ്റിനാണ് പോയില്ലേ, തൃശ്ശൂർ ഫെസ്റ്റിന് പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ ചുക്കും കുരുമുളകിൻ്റെ മറ്റേ തെങ്ങിൻ ചക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൊടിയാണത്. അപ്പോൾ അത് ഉണ്ട്, ചോദിക്കുകയാണെങ്കിൽ ഒച്ച കേൾക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് മരുന്നുകൾ ഡോളോ കഴിച്ചതിൻ്റെ പേരിലാന്ന് തോന്നുന്നുണ്ട്, ഒരു അനക്കം കാണാമല്ലോ, ഉറങ്ങിയും തോന്നുന്നുണ്ട്. പിന്നെ പിള്ളേരും നേരത്തെ ഉറങ്ങിയും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പുതിയ കരിമണിയുടെയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ട് 3 ലെയറിൻ്റെ മാലയാണ്. ഈ മാല പിന്നെ മുമ്പത്തെയാണ്, ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. 1-2 പേരുടെ ആവശ്യപ്രകാരം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. മറ്റേ 3 ലെയറിൻ്റെ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കരിമണിയാണ്. ഇത് കറുത്ത മുത്തും പിന്നെ ഒരു എനിക്ക് തോന്നുന്നു മറ്റേ ഒരു നല്ല എന്താ പറയുക പെയിൽ വൈറ്റ് ഉണ്ടല്ലോ,
അതാണ് ആ കല്ലിനൊരു പ്രത്യേകം പേരുണ്ട്. ഞാനത് പറഞ്ഞ് തെറ്റിക്കണില്ല. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ പേര് തെറ്റാണെങ്കിൽ എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിജ്ഞാനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സംഭവം തെറ്റി കഴിഞ്ഞാൽ അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാത്തത് കേട്ടോ. ഇത് റൂബിയും ബ്ലാക്കും ക്രിസ്റ്റലാണ്. നല്ല ഭംഗിയുള്ളത്. കുറേ മുമ്പ് ഇതുപോലെ സ്റ്റോക്ക് വന്നിട്ട് കുറേ പേര് ഇത് 6 പിടി, 8 പിടി, 10 പിടി, പിന്നെ 2 ലെയറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അതുപോലെ അതുകൊണ്ട് തന്നെ ബ്രേസ്ലെറ്റ്, പാദസരം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെറുതെ ഗോൾഡ് അരിഞ്ഞാണത്തുമ്മേ, നേരിയ അരിഞ്ഞാണത്തുമ്മേ റൂബിയുടെ ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ. അതും ഈ പറയുന്ന 1 ലെയറും 2 ലെയറും ഉണ്ട്. 6 പിടിയുണ്ട്, 8 പിടിയുണ്ട്, 10 പിടിയുണ്ട്, അങ്ങനെ എല്ലാ അളവിലും ഉണ്ട് ഇത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് മറ്റേ എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഗോൾഡും റൂബിയും കൂടിയിട്ടുള്ളത്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ 6 പിടി, 8 പിടി, 10 പിടി വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുവിധം മാലകൾ കൊണ്ടുവരണതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മാലകളായിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം അധിക ഭാഗം എല്ലാവർക്കും 6 പിടിയാണ് ആവശ്യം. കാരണം ഈ കൊടുത്തിട്ടിട്ട് താലി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇങ്ങനത്തെ ക്രിസ്റ്റലിൻ്റെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ കളർ കുറവല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കളർ പോവില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇന്ന് നേരത്തോടെ കാണിച്ചു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പറയാറില്ലേ, ഞാൻ കിടക്കണ നേരത്തിൽ ലാസ്റ്റ് എടുക്കുന്ന ഫോട്ടോസ് നാളെ രാവിലെ ഡാഡിക്ക് പാക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് 6 പിടിയും ഒരെണ്ണം 8 പിടിയും, രണ്ടും രണ്ടാൾക്കാണ് കേട്ടോ. ഒരു മോളുണ്ട്, ആ മോൾ എപ്പോഴും 6 പിടിയാണ് വാങ്ങിക്കുക. ആ മോളാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റായിട്ട് പേളിൻ്റെ ചുറ്റും ഒരു ആവരണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു മാല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാല, തീരെ കനല്ല, ഇങ്ങനെ എന്താ പറയുക, പാറ്റക്കനം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മാലയാണ്. ഇത് ഡബിൾ ലെയറാണ്. സെയിം സംഭവം തന്നെ ഡബിൾ ലെയർ, ഒരു പടിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കായാലും സാരിയുടെ മുകളിൽ ഏത് പ്രായക്കാർക്കും ഇടാം. പേളല്ലേ, ഏത് പ്രായക്കാർക്കും ഇടാവുന്നതാണ്. 2 ലെയർ എന്നുള്ള ഒരു തോന്നലില്ല. ഇത്തിരി ഗ്യാപ്പിലാണ്. കാണാൻ നല്ല ഒരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. ഇതും ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള ഒരു പേളിൻ്റെ മാലയാണ്. അപ്പോൾ പേളിൻ്റെ കളക്ഷനാണ് ഇന്ന് കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നലെയും മിനിയാന്നൊക്കെ ഞാൻ പറയാം വൈറ്റ് ഗോൾഡും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് കരിമണി ഉണ്ട്, റൂബി ഉണ്ടെങ്കിലും പേളാണ് കുറച്ചും കൂടി കൂടുതൽ ഐറ്റം നമ്മളുടെ കയ്യിൽ ഇന്ന് ഉള്ളത്, ഇന്നത്തെ സ്റ്റോക്കിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു, പേളിൻ്റെ ചുറ്റും ഒരു ഇതായിട്ട്, ഇതൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. ഇതതിൻ്റെ വേറൊരു എന്താ പറയുക ഷേപ്പാണ്. അങ്ങനെ കുറേ ഒരു 3-4 പാറ്റേൺ ഇങ്ങനത്തെ ഉണ്ട്. ചെറിയ ഒരു ഇതായിട്ട് റൗണ്ടിൻ്റെ ചുറ്റും ഒരു ആവരണമായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള 2-3 പാറ്റേൺ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഗോതമ്പ് മണിയും പിന്നെ കൊച്ച് ഗോൾഡിൻ്റെ മുത്തുമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ക്രിസ്ത്യൻ ടച്ചാണ്. അതായത് കൊന്തയ്ക്ക് ഇടുന്ന ഒരു കൊന്തമണി എന്നൊക്കെ പറയും നമ്മൾ, ക്രിസ്ത്യാനികൾ കൊന്തമണി എന്ന് പറയും. അത് കാണുന്ന പോലെയാണ് ഇത്. അപ്പുറം ഇപ്പുറം കെട്ടായിട്ട് നല്ല എന്താ പറയുക, ഭയങ്കര റോയൽ ലുക്കായിട്ടുള്ള ഒരു മാലയാണ്. ഡബിൾ ലെയറാണ്. ഭയങ്കര ഭംഗിയാട്ടോ. കുഞ്ഞു മുത്തും ഫുൾ സ്വർണം അപ്പുറം ഇപ്പുറം കെട്ടിയിട്ട് ഉള്ള ഒരു മാലയാണ്. നല്ല മാലയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നാളേക്ക് പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതിവ് പോലെ ഞാൻ ബോക്സിലാക്കി ഡാഡിക്ക് നാളെ പാക്ക് ചെയ്യാനായിട്ടുള്ള പരുവത്തിലാക്കി ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ബോക്സ് എടുത്ത് അപ്പുറത്തേക്ക് വെച്ചിട്ടില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയാം ഞാനൊക്കെ ഒതുക്കി വെച്ചിട്ടൊക്കെ എടുക്കുക. പക്ഷേ ഇന്ന് ഞാൻ ഒതുക്കിയില്ല. കാരണം ഇത് മുഴുവൻ ഞാൻ പാക്ക് ചെയ്ത് കവറുകളിൽ അഡ്രസ്സ് എഴുതിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ ഡാഡിക്ക് നാളെ രാവിലെ എണീറ്റ് അത് സീൽ ചെയ്യുക, അത്രയേ വേണ്ടൂ. ഉള്ളിൽ പാക്ക് ചെയ്തിട്ട് കേട്ടോ, പാക്ക് ചെയ്തിട്ട് വേണം സീൽ ചെയ്യാനായിട്ട്. അങ്ങനെ അതെ എല്ലാം ഒതുക്കി എല്ലാതും ശാന്തമായി. ഇനിയിപ്പോൾ എന്താ പറയുക, ഞാനും കൂടി കിടന്നുറങ്ങിയാൽ മതി. ഇപ്പോൾ പാച്ചൂട്ടൻ ദേ കിടന്നുറങ്ങി. അപ്പോൾ ഇതുവരെ അപ്പാപ്പൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങളുടെ ഇടയിൽ കിടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവൻ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എണീറ്റിട്ട് കരയേ അല്ലെങ്കിൽ പാല് ചോദിക്കുകയോ അല്ലെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ ഞാനത് അറിയില്ല. അപ്പോൾ പിന്നെ ഡിമ്പിളിൻ്റെ അടുത്ത് കൊണ്ട് കിടത്തി അവളതേ കൊണ്ടുപോയി. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം.